ഈ രാത്രി നാം പിന്നെയും തിരുവഴുത്തുകൾ ശോധന ചെയ്യാണ്. അപ്പോ അത് ഞാൻ ഇന്ന് എടുത്ത വിഷയം പ്രാർത്ഥന എന്നുള്ള ഒരു വിഷയമാണ്. ഞാൻ എവിടെയൊന്നോ വായിച്ചിട്ട് ഞാനൊരു സാധനം എഴുതി വെച്ചു, എൻ്റെ ഡയറിയുടെ മുകളിൽ എഴുതി വെച്ചു, പരാജയത്തിന്റെ തുടക്കങ്ങൾ നിനക്ക് തിരുത്താൻ കഴിവില്ല, അല്ലെ കഴിയില്ല, പക്ഷെ അത് നിന്നെ കൊണ്ട് നിർത്തിയെടുത്ത് നിന്നും, അത് പരാജയം നിന്നെ കൊണ്ട് നിർത്തിയെടുത്ത് നിന്നും നിനക്ക് തുടങ്ങാൻ പറ്റും. എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ തുടങ്ങിയതിനെ നമുക്ക് തിരുത്താൻ പറ്റുകയില്ല, പക്ഷെ പരാജയം നമ്മളെ എവിടെ കൊണ്ട് നിർത്തിയോ ആ നിർത്തിയിടത്ത് നിന്ന് നമുക്ക് പിന്നെയും തുടങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവമുള്ള ഒരു കാര്യം. ശ്രദ്ധിച്ചു കേട്ടോണം. എനിക്ക് ഒത്തിരി ചുമ്മാതെ അതും ഇതും പറഞ്ഞ് ഇളക്കുന്നതിനകത്തല്ല, കാര്യങ്ങൾ ഗ്രഹിക്കണം. അപ്പോ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ആരുടെ ബൈബിളുള്ള ഒരാൾ അതെടുത്ത് ഉറക്കുക. ഒറ്റ വാക്യം, ലൂക്കോസ് 18-ന്റെ 1 വായിച്ചേ. എല്ലാരും അടച്ചു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവർക്ക് ഒരു ഉപമ പറഞ്ഞത്. മതി 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 ശ്രദ്ധി. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അതിനൊരു ഉപമയും പറഞ്ഞു. ഉപമ നമുക്ക് പിന്നെ കേൾക്കാം. അപ്പൊ മടുപ്പ് എന്തവാ, എന്തിനാ മടുത്തു പോകാതെന്ന് കർത്താവ് പറഞ്ഞു? മടുത്തു പോകാനെന്ന് പറയാനുള്ള കാര്യം എന്താ? എന്തുവാ ഈ മടുപ്പ്? എന്തുവാ മടുപ്പെന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം എന്തുവാ? മടുപ്പെന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഒരാള് മുടി ബോബി ചെയ്തു ഉടനെ പറയോ മടുപ്പാന്ന്? പറയോ? ഇല്ല. ഒരാള് സാരി മാറ്റി ചൂരിദാർ ഇട്ടു നമ്മൾ പറയോ മടുപ്പാന്ന് പറയും? ഇല്ല. നമ്മുടെ രൂപത്തിലും ഭാവത്തിലും ഒന്നും ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞ നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മടുപ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. പ്രതീക്ഷിക്കാതുണ്ടാകുന്ന ചില സംഭവങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. നാം അക്കരയ്ക്ക് പോക എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷേ കാറ്റ് പ്രതികൂലമായി, വെള്ളം പടകിൽ കയറാൻ തുടങ്ങി, തിരമാലകൾ വന്നു, അതിന്മേൽ അലച്ചു, പടക് പൊങ്ങിപ്പോകുമെന്ന് അവർക്ക് തോന്നിയപ്പോ കർത്താവിനോട് അവർ ചോദിച്ചു, നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലെന്ന് ചോദിച്ചു. ആർ യു നോട്ട് കൺസേൺഡ് അബൌട്ട് us? അപ്പൊ അപ്രതീക്ഷിതമായി നാം അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കർത്താവ് പടകിലുണ്ട്, അക്കരെ ചെന്നിറങ്ങുന്നതാണ് അവരുടെ മനസ്സിൽ. ആ യാത്രയിൽ ഒരു പ്രതികൂലം അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടതാ. അപ്പൊ ആ കർത്താവ് അമരത്ത് തലയിണയിൽ വെച്ച് തലവെച്ച് ഉറങ്ങുന്നിടത്ത് ആ പടകിനെതിരെ ഒരു കാറ്റോ ഒരു തിരമാലയോ അവര് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തതൊന്ന് സംഭവിച്ചപ്പോൾ അവര് പറഞ്ഞു, അവര് പെട്ടെന്ന് ചോദിച്ചു, നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലേ? അപ്പോ പെട്ടെന്ന് വരുന്ന ഒരു ജീവിതത്തിലെ താളപ്പിഴകൾ, സാമ്പത്തികമായ തകർച്ച, ശാരീരികമായുള്ള ബലഹീനത, കുടുംബജീവിതത്തിലെ ശൂന്യത, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് മുന്നോട്ടൊരു ചുവട് പോലും വെക്കാൻ കഴിയാതെ ഒക്കെ മതി. ഏലിയ കർത്താവിനോട് പറഞ്ഞില്ലേ, മതി കർത്താവേ മതി, എന്റെ പിതാക്കന്മാരെ കഴിഞ്ഞ ഒട്ടും ശ്രേഷ്ഠനല്ല, മതി. എന്നാ നമുക്കറിയാം ഏലിയാവ് ആരാണെന്ന്, എന്ത് ചെയ്തെന്നും അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു വെല്ലുവിളി വന്നപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് ടേക്കൺ ബാക്ക്. നിങ്ങൾക്കറിയാമോ, 3.5 വർഷത്തിലധികമായി, 3.5 അല്ല 4 വർഷം, 2020 എന്റെ മകൻ ദിവസേനയിൽ ചേർക്കപ്പെട്ടത്. 51 വയസ്സേ ഉള്ളായിരുന്നു. അത് ഒരു മാലിഗ്നന്റ് ആയിട്ടുള്ള ട്യൂമർ ഉണ്ടെന്ന് വളരെ വൈകിയാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് അവൻ ദിവസേനയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ഒരു 8 മാസത്തോളം തീരക്കിടപ്പിലായി. ശരീരം മുഴുവൻ നീര് വെച്ചു. അവിടുന്ന് പതിയെ എഴുന്നേറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ പൈൽസ് ആണെന്ന് വിചാരിച്ചു, ബ്ലീഡിങ് അതും ഇതൊക്കെ തുടങ്ങി.
അത് കഴിഞ്ഞ് അത് പരിശോധിക്കാനായിട്ട് ആശുപത്രിയിൽ ചെന്ന് വീണ് എന്റെ കാലിന്റെ ഹിപ്പ് ബോളൻ സോക്കറ്റ് ഇടത്ത് കാലിന്റെ ഒടിഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊരു ട്യൂമർ ഉണ്ടെന്നുള്ളത്. ബോളനകത്തൊരു ട്യൂമർ. അപ്പോഴത്തേക്ക് ലിവറേൽ മുന്തിരിക്കൊല പോലെ ട്യൂമർ ഉണ്ടായി. അപ്പൊ നോക്കിക്കേ, അപ്രതീക്ഷിതമായ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. 9 മാസം 9 ദിവസം എന്റെ മോന്റെ കൂടെ നിൽക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് കഴിഞ്ഞ് അവൻ യാത്രയായി കഴിഞ്ഞ് പിന്നെ ഉടനെ ഉണ്ടായ സംഭവങ്ങളാ. സാധാരണഗതിയിൽ അത് നമ്മളെ തളർത്തിക്കളയും. ഒരുപക്ഷെ മാനസികമായിട്ട് അതിനെന്നെ തളർത്താൻ കഴിയാഞ്ഞത് ഇന്ന് രാത്രിയും നിങ്ങളോട് ഈ തിരുവെഴുത്ത് പ്രസ്താവിക്കാൻ സ്വർഗം എനിക്ക് കരുത്ത് തരുന്നത് ഞാൻ സേവിക്കുന്ന എന്റെ പ്രാണന്റെ ഉടവിന് ഞാൻ സേവിച്ചിരിക്കുന്നവനായി എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ ആ ഉൾക്കാഴ്ച കൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. നമുക്ക് ആ ദൈവത്തെ മനസ്സ് പറഞ്ഞ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ വരച്ചു കിട്ടിയിരിക്കെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അവൻ ആരാണെന്ന് വരച്ചു കിട്ടാതെ വാസന തുടങ്ങിയപ്പോ പറയുന്ന കേട്ടു, എല്ലാരും കര ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞു. പറഞ്ഞപ്പോ അവരെല്ലാം കര ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞു. പക്ഷെ ഇത് പറയിക്കാനും പാസ് അടുത്തില്ലാതെ വരുമ്പോ നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിനക്ക് കരമുയർത്തി ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. നമുക്കൊരു അഭിഷിക്തൻ വന്ന് നിന്ന് വചനം പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ടും നിങ്ങൾ തന്നെ പറയത്തില്ല, നിങ്ങളൊരു കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് പറയിപ്പിക്കുന്നത് പോലാണോ? ആരും ഒന്നും പറയിക്കാനില്ലാതെ നീ മാത്രം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു അവസ്ഥ, നീ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ അകത്തിരിക്കുന്ന ഒരു മനസ്സ് പറയുകയാണ്, മതി, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യ, മതി. ഉണ്ടോ? അല്ലേ? ആ സമയത്ത് മടുപ്പ് വരുന്നത് നമ്മുടെ മനസ്സിനാണ്. മനസ്സിനെ മടുപ്പിക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾക്ക് നേരിടണമെങ്കിൽ എങ്ങനെ നമ്മൾ നേരിടും? നമുക്ക് തനിച്ച് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ആരും, നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ഒരു മനുഷ്യരെ പോലും ആ സമയത്ത് കാണത്തില്ല. കുറിച്ചിട്ടാണോ? എന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയുന്നവരാരും അവർ നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കത്തില്ല. അപ്പൊ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പക്ഷെ ഞാൻ പറയുന്നത്, എവിടെ അസ്തമിച്ചോ അവിടെ ഒരു ഉദയമുണ്ട്. ഒരു അസ്തമനം കൊണ്ട് തീരുകയല്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാനൊരു ഓർഡറിലൊന്നും അല്ല പറയുന്നെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി ദൈവം ആരോട് പറഞ്ഞു? തിശ്ബ്യനായ ഏലിയാവ്. അപ്പൊ തിശ്ബ്യയിനെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെ പഴയ നിയമ ഭാഗത്ത് പറയുന്നുണ്ട്, അത് അകൃത്യങ്ങളുടെ പട്ടണം, രക്തപാതകമുള്ള സ്ഥലം. രക്തപാതവും അകൃത്യമുള്ളിടത്ത് ഞാൻ നിന്നെ മിനുക്കി എന്റെ അമ്പാക്കി പൂണിയിൽ മറച്ചെന്ന് പറഞ്ഞ പോലെ മറച്ചു വെച്ച ഒന്നിനെ പുറത്തെടുത്തിട്ട് അന്ന് ദേശം ഭരിക്കുന്ന ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഒരു ദൂത് പറയാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ഈ രാത്രി അത് ദൂതായിട്ട് പറയാം. ഒരു സ്പെഷ്യൽ, നിന്നെ മിനുക്കിയ അമ്പാക്കി പൂണിയിൽ മറച്ചിട്ടുണ്ടെങ്കിൽ നീ പലപ്പോഴും ഓർക്കും, എന്താ കർത്താവ് എന്നെ ഉപയോഗിക്കാത്തെ?
എന്താ കർത്താവ് എനിക്ക് വേദികളില്ലാത്ത, എന്താ കർത്താവ് എന്ന് ചോദിക്കുമ്പം, എല്ലാവർക്കും ഉണ്ടായിട്ട് എന്താ എനിക്ക് അങ്ങനെ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായ ഒരു ദൗത്യത്തിന് വേണ്ടിയാ നിന്നെ മറച്ചു വെച്ചിരിക്കും. ദൈവം നിന്നെ മറന്നുപോയിട്ടല്ല, ദൈവം നിന്നെ മറച്ചു വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഈ അവസാനത്തെ തുറുപ്പിയൂട്ട് ഇറക്കിയെന്ന് പറഞ്ഞ പോലെ ചില വെല്ലുവിളികളുടെ മുമ്പിൽ ഇറക്കി നിർത്താൻ നിന്നെ കൊള്ളാമെന്ന് കണ്ടിട്ടാ നിന്നെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് നമ്മുടെ പാസ്റ്റർമാര് പറയുന്ന പോലെ, പാസ്റ്റർ പിണങ്ങല്ലേ, നമ്മുടെ പാസ്റ്റർമാര് പറയുന്ന പോലെ ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയാനല്ല അങ്ങോട്ട് വിട്ടത്. പിന്നെ എന്തിനാ വിട്ടത്? ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. അപ്പൊ ആഹാബ് എന്ന് പറഞ്ഞ ഇസബെലിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ പ്രവാചകന്മാരെ കൊണ്ട് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചെന്നിട്ട് പറയും, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ആമേൻ. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. അതൊരു വെല്ലുവിളിയാ. ആ വെല്ലുവിളിച്ച ഏലിയാവിനെ ആ കെരീത്തിന്റെ അവിടെ കൊണ്ടിരുത്തി കാക്കയുടെ കയ്യിൽ ആഹാരം കൊടുത്ത് തമ്പുരാൻ പോയിച്ചത്, അതൊന്നും ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറയുന്നില്ല. പക്ഷെ ആ വെല്ലുവിളി കഴിഞ്ഞ് 3 വർഷം 6 മാസവും മഴ പെയ്യാതെ, കന്നുകാലികൾ ചത്തൊടുങ്ങി അതിന് പുല്ല് കൊടുക്കാനില്ലാതെ, അതിന് പച്ചപ്പുല്ല് പോലും കിട്ടാനില്ലാതെ വന്നപ്പോ ഏലിയാവിനെ തിരക്കി ആഹാബ് ആ ദേശം മുഴുവൻ നടക്കുക. നമുക്കറിയാം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഒരു മനുഷ്യനെ കൈ കിട്ടിയ വെച്ചേക്കുവോ? പക്ഷേ ഇപ്പൊ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ പോയി വെളിപ്പെടുത്താൻ പറ. എന്തൊരു ചലഞ്ചാ അത്! 3.5 വർഷം ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി ദൂത് പറഞ്ഞതിന് പ്രകാരം മഴ പെയ്യാതെ ദേശം ഭയങ്കര വരൾച്ചയിൽ കൂടെ പോകുമ്പോൾ ആ പറഞ്ഞ മനുഷ്യനോട് യഹോവയായ ദൈവം തന്നെ പറയാ, നീ നിന്നെ തന്നെ ആഹാബിന് വെളിപ്പെടുത്തുക. നമ്മളത് ചുമ്മാ കേൾക്കരുത്. നിങ്ങൾ പെന്തിക്കോസുകാരാകല്ലേ. പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു അനുഭവം. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചു വെക്കണം. നിങ്ങളാണ് പോമോ? എന്റെ പൊന്ന് കർത്താവേ, ഞാൻ പോകത്തില്ല, ഇവൻ എന്റെ തലയെടുക്കും നമ്മൾ പറയത്തില്ലേ? പക്ഷെ ആഹാബിന്റെ മുമ്പിൽ നേരെ ചെന്നു, നീയാണോ ഈ നാശമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ വചനം ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചില്ല. പക്ഷെ എങ്കിൽ ആ വചനം ഇങ്ങനെ, ഞാനല്ല, നീ നിന്റെ പിതാക്കന്മാരുമാണെന്ന്. അപ്പൊ ഞാന് പണ്ട് കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അന്തസ്സായിട്ട് തന്തയ്ക്ക് വിളിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. മാന്യമായിട്ട് തന്തയ്ക്ക് വിളിച്ചു. നീ ആ ദേശത്ത് ഇതെല്ലാം നാശം വരുത്തിയെന്ന് ആഹാബ് ചോദിക്കുന്ന സമയത്ത് ആഹാബിനോട് അന്തസ്സായിട്ട് പറയല്ലേ, ഞാനല്ല, നീ നിന്റെ പിതാക്കന്മാരുമാണ്. എന്നിട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം. ഇപ്പൊ ഒരു കാര്യം പറയാണ്, ആളയച്ച എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെ കണ്ടോ. 850 പ്രവാചകന്മാരാ. ബാലാണ് മഴയുടെ ദൈവമെന്ന് പറഞ്ഞ് ബാലിനെ ആരാധിക്കുമ്പോഴാണ് തമ്പുരാൻ ഇവർക്ക് പണി കൊടുക്കുന്നത്. അപ്പൊ ബാലിന്റെ 450 പ്രവാചകന്മാരും ഇസബലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ തന്റെ അടുക്കൽ കൂട്ടി വരുത്തുക എന്നാവശ്യപ്പെട്ടു. കൊണ്ടുപോവാ, എല്ലാരെയും കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ ഇവന്റെ ഇരിപ്പിടമാ കർമ്മേല്. ഇവന്റെ ഇരിപ്പിടത്തിൽ കയറി നിന്ന് ഇവനെ വെല്ലുവിളിക്കുക, കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാരെയും. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. ഞാൻ വചനാ പറയുന്നത്. അതിനുശേഷം ഏലിയാവ് അടുത്ത് എന്ന് സർവ്വജനത്തോടും, നോക്കിയേ, ഒന്നാമത്തെ ആ മാനസികാവസ്ഥയാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വരച്ച് കാണിക്കുന്നത് ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ് അവന്റെ മഹിമ കണ്ട ഒരു സാക്ഷിയാ നീയെങ്കിൽ
ലോകത്തിൽ ഒന്നിനും നിന്നെ പരാജയപ്പെടുത്താനോ തളർത്താനോ കഴിയുകയില്ല. മനസ്സിലായോ? കടം മാറും, വീട് വെക്കാം, പെണ്ണിനെ കെട്ടിക്കാം, വീസ കിട്ടുമെന്ന് പറഞ്ഞ് മുങ്ങാനല്ല, പാപസംബന്ധമായി മരിച്ച് അവനോട് ചേരുവാൻ സ്നാനമേറ്റ നീ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നീ അവന് ഒന്നാന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവ് വേണം. പരാജയം എന്താന്ന് ചോദിച്ചാൽ അത് കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, കടം വീടും, പെണ്ണിനെ കെട്ടിക്കാം. ഇവിടെ കാറും വീടും കെട്ടി പെണ്ണിനെയും കെട്ടിച്ച് ഈ റോയലായിട്ട് ജീവിക്കുന്നവരില്ലേ, മമ്മൂട്ടി മോഹൻലാലും ഇവരെല്ലാം ഈ അനുഭവത്തിൽ വന്നിട്ടാണോ? ഇതൊന്നുമല്ല. നമുക്ക് വേണ്ടി അവൻ ഒരുക്കിയൊരു നിത്യത ഉണ്ട്. അവൻ നമുക്ക് വേണ്ടി എന്താ ചെയ്ത? പാപമില്ലാത്തവനെ പാപമാക്കി നമ്മെ അവനിൽ നീതീകരിച്ച് വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ പുനരുത്ഥാനത്തെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, നീ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും നീ പുറത്തു വരും. കഴിഞ്ഞ ദിവസം ഞാനേ പുറത്താരോട് പറയണ്ട, ചുമ്മാ ഓരോന്നൊക്കെ പറയും. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ബാഗ് മാറാൻ പോയപ്പം എന്റെ ഓൺകോളജിസ്റ്റ് അവിടെ, അപ്പൊ ഞാനൊരു ടീഷർട്ടൊക്കെ ഇട്ട്, അത് ക്യൂട്ട് ഗേൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് സ്കേർട്ടൊക്കെ കൊടുത്ത വീൽ ചെയറിൽ പിള്ളേർ എന്നെ ഇങ്ങോട്ട് പുഷ് ചെയ്തോണ്ട് വരുമ്പം എന്റെ ഡോക്ടർ അവിടെ നിൽപ്പുണ്ട്. ക്യൂട്ട് ഗേളോ, അവിടെ നിന്നേ, ഞാനൊരു ഫോട്ടോ വന്ന് എടുക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വീൽ ചെയർ ഇരുത്തിക്കൊണ്ടത് എന്റെ ഫോട്ടോ എടുക്കണ്ട, എഴുന്നേറ്റ് ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് പറയാം, ഞാൻ എന്റെ കണ്ണാടിയൊക്കെ മാറ്റി വെക്കട്ടെ, അല്ലെ എന്നെ കണ്ട വയസ്സനാന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ മെറ്റാസിസ്, ലിവറയില് 4th സ്റ്റേജ്, കോളനിലെ ട്യൂമർ 4th സ്റ്റേജ് എന്ന് എഴുതി വെച്ച ഡോക്ടർ എന്നെ കണ്ട് അന്തം വിടുക. ഞാൻ അതിലേക്ക് അറിഞ്ഞോണ്ടല്ല പോകുന്നേ. അവിടുത്തെ PR എല്ലാം കൂടെ ഭയങ്കര ചിരി, ഇതെന്താ യോയോ ആണോ എന്നും ചോദിച്ചോണ്ട് എന്നോട് പറയും, എന്തോ രണ്ടും കൽപ്പിച്ചിറങ്ങിയ. ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച, ഞാൻ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു. എന്താ വിചാരിച്ചെന്ന് ചോദിച്ചു. ഞാൻ സേവിക്കുന്ന ദൈവമാരാ. നാട്യം വെച്ച ലാസറിനോട് പുറത്തു വായെന്ന് പറഞ്ഞപ്പോൾ അവൻ ജീവനുള്ളവനായി പുറത്തു വന്നെങ്കിൽ നീ സേവിക്കുന്ന ദൈവമാരാ. ആമേൻ. ആ തിരിച്ചറിവ് മാത്രമേ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിർത്തത്തുള്ളൂ. ചിന്തിച്ചു നോക്കിക്കേ, മുഴുവൻ ആളുകളെ 850 പ്രവാചകന്മാരും സർവ്വജനത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒറ്റ ചോദ്യം, ഏലിയാവ് അടുത്തെന്ന് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും? ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളതാ. ഇന്ന് ഞാൻ നിങ്ങളോട്, ഈ സയോൺ ചർച്ചിന്റെ പാസ്റ്ററുടെ വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും? ഒന്നേ നിങ്ങൾ ദൈവം ഇല്ലാത്തവരെ പോലെ നടക്ക്, ദൈവത്തെ അറിയാത്തവരെ പോലെ നടക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. നിങ്ങൾ നിൽക്കുന്നിടത്ത് നടക്കുന്നിടത്ത് പറയുന്നിടത്തുമല്ല നീ ദൈവത്തെ കാണണം. ജനത്തോട് ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലും അവനെ അനുഗമിപ്പീൻ. തീരുമാനം എടുത്തോ. രണ്ടും കൂടെ പറ്റത്തില്ല. പിള്ളേരൊക്കെ തിന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഞാനും അത് തിന്നും, 50-50 എന്ന് പറഞ്ഞു പോലെ. ഇത് 50-50 അല്ല. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കും, ബാലാണെങ്കിൽ ബാലിന്റെ പുറകെ പോകും. രണ്ടും കൂടെ പറ്റത്തില്ല. എന്നിട്ട് ഏലിയാവ് ജനത്തോട് പറഞ്ഞു, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അപ്പൊ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇവന്റെ ആസ്ഥാനത്ത് കയറി നിന്നോണ്ടാണ് ഈ വെല്ലുവിളിക്കുന്നത്. ഞാൻ ഒറ്റ മാത്രമേ ഉള്ളൂ. ബാലാ ദൈവം എന്നല്ലേ, ഈ കൃഷിയുടെ ദൈവം, മഴയുടെ ദൈവം ബാല എന്നല്ലേ നിങ്ങൾ പറയും. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്.
അയാൾ പറയാണ് ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവര് തെരഞ്ഞെടുത്ത് കണ്ണമായി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാൻ ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമല്ല, അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് എനിക്കത് ഇഷ്ടപ്പെട്ട ഭാഗം കർത്താനാസൻ ഞാനൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഒരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കും, എന്നിട്ട് നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ തീയിടാതെ എന്നിട്ട് നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. നമ്മളാണ് ആ ചാൻസ് എടുക്കൂ. നമ്മൾ ഉടനെ പറയും എങ്ങാനും അജ്ഞാജ്ഞയാണേലും അവൻ ഇറക്കിയെങ്കിൽ, നമുക്ക് അങ്ങനെയൊക്കെയാ നമ്മൾ എന്തിക്കോസുകാർ പറയുന്ന അങ്ങനെ. എങ്ങാനും അബദ്ധവശാവല്ല അന്യാജ്ഞയാണേലും അവൻ ഇറക്കിയെങ്കിലോ ഉണ്ടോ? ഇവിടെ ഏലിയാവിന് നല്ല ഉറപ്പാ, ഇറങ്ങത്തില്ല, അവന്റെ ദേവന് തീ ഇറക്കാൻ പറ്റത്തില്ലെന്ന് ഏലിയാവിന് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് ഈ ചങ്കുറ്റത്തോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്തു, ഞാനിവിടെ നിൽക്കാം, എനിക്ക് ധൃതിയൊന്നുമില്ല, ആദ്യം നിങ്ങൾ തന്നെ ഇറക്ക്. എന്നിട്ട് പറഞ്ഞു. അവര് അതുപോലെ തന്നെ അവൻ ഉറക്ക വിളിച്ചു പതിവ് പോലെ രക്തം ഒഴുകുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവര് വിളിച്ചുകൊണ്ടേ. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. അതിനിടയ്ക്ക് ഞാനതൊന്നും എടുത്ത് പറയാത്തതാ, കാരണം അതിനിടയ്ക്ക് ഏലിയ വരെ കളിയാക്കുന്നുണ്ട്. ചിലപ്പോ നിങ്ങളുടെ ദേവൻ ഉറങ്ങിപ്പോയതായിരിക്കും, ചിലപ്പോ പുറത്തു പോയതായിരിക്കും, ഒന്നുകൂടെ ഉറക്കം വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉത്തരവും ഉണ്ടായില്ല. അപ്പൊ ഏലിയ പറഞ്ഞു, ഇനി എന്റെ ഊഴമോ, ഓക്കെ, എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനം അവന്റെ അടുക്കൽ ചെന്നു. എനിക്ക് അതിനകത്ത് ഒരു പ്രധാന ഒരു ലൈൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഈ ഭാഗം എടുത്ത് നിങ്ങൾ വചനം എടുത്ത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ ഒന്നാമത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇടിഞ്ഞു കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ യാഗപീഠം ഒന്ന് നന്നാക്കണം. കോപം, ക്രോധം, ഗിഷ്യ, പക, പിണക്കം, ദുന്നപക്ഷം, ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ ആ പാപ പ്രകൃതികളെ ഓരോന്നിനെ ഏറ്റു പറഞ്ഞ് ആ സ്പിരിറ്റ് ഓഫ് ആങ്കർ, ആ കോപത്തിന്റെ ആത്മാവിനെ, ആ അസൂയയുടെ ആത്മാവിനെ, ആ ദൂഷണം പറയുന്ന ആത്മാവിനെ ചവിട്ടി പുറത്താക്കി നമ്മളൊന്ന് നമ്മുടെ യാഗപീഠം പണിയണം. മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എന്നും വാസ്തവത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്റ്റോമ എന്ന് പറഞ്ഞ ബാഗ്, ഇപ്പൊ തന്നെ ഒരു കസേറയിൽ ഞാൻ ഇങ്ങനെ ചാരിയായിരിക്കുന്ന, നേരെ എനിക്ക് ഇരിക്കാൻ പറ്റും. ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവേ, എന്റെ വിടുതലിന്റെ തടസ്സമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ എനിക്കത് കാണിച്ചു തരാം. അവിടെ 19-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരാം. കണ്ടോ, പിശാച് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ തെറ്റുകൾ അവൻ നമുക്ക് മറച്ചു വെക്കും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ, എന്റെ വായിലെ വാക്കും എന്റെ ഹൃദയത്തിലെ ധ്യാനം എന്റെ ദൈവത്തിന് പ്രസാദമായിരിക്കണം. എവിടെയെങ്കിലും എന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണം. എന്റെ സംസാരത്തിലാണ്, എന്റെ കൊടുക്കവാങ്ങലിലാണ്, എന്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഏർപ്പാടുകളിലാണ്. എവിടെയെങ്കിലും എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ട്, അതെനിക്ക് കാണിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ചോദിക്കണം. അത് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വമേധാ പാപങ്ങളെ അകറ്റി എന്നെ കാണും. സ്വമേധാ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്റെ ഇംഗ്ലീഷ് പദം ഞാനങ്ങ് മറന്നുപോയി, പക്ഷെ അതിന്റെ യഥാർത്ഥ മീനിങ് വരുന്നത് തോന്നിയാസമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്തു, ദൈവത്തിന്റെ അനുവാദമില്ലാതെ, ദൈവത്തിന്റെ ഇഷ്ടമില്ലാതെ.
ഊര്യാവിനെ മുൻനിരയിൽ നിർത്തി ഊര്യാവിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ അവനെ മുൻനിരത്തി കൊല്ലിച്ചു. അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള അല്ല. അതാണ് സ്വമേധ പാപങ്ങൾ. നമ്മുടെ തോന്നിയാസം സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനേക്കാൾ കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചുവട് പോലും വെക്കാൻ 153 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ പറഞ്ഞ കർത്താവെ നിന്റെ വഴി നടക്കാൻ എന്നെ പഠിപ്പിക്കണം. ടീച്ച് മീ ടു വാക്ക് ഇൻ യുവർ വേസ്. നിന്റെ വഴികളിലൂടെ നടക്കാൻ എന്നെ പഠിപ്പിക്കും. നീ എന്റെ നല്ല ദൈവമല്ലയോ, നീ എന്റെ ദൈവമല്ലയോ, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. എനിക്ക് തോന്നുന്നു 25 സങ്കീർത്തനത്തിന്റെ 4-5 വാക്യങ്ങളൂടെ ബൈബിള് കയ്യിലുള്ളവരൊന്ന് വായിച്ച്. 25 സങ്കീർത്തനം 25ന്റെ 4 5 ഞാൻ ഓർക്കുന്നില്ല. പെട്ടെന്ന് വായിച്ചേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ നിർത്തിയേ വായിക്കാം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ ആ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. നിന്റെ സത്യത്തിൽ മതി. എപ്പോഴും വ്യാജം. അവൻ പോഷ്കിന്റെ ആത്മാവ്. അവൻ നമ്മളെ ഇത് കറക്റ്റാ, കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ കർത്താവിനോട് പറയാ, കർത്താവ് നിന്റെ സത്യം എന്നെ നടത്തി വഴി നടത്തി എന്നെ പഠിപ്പിക്കും. കർത്താവിന്റെ വഴികളിലൂടെ നടക്കണം. നമുക്ക് ലോകത്തിന്റെ വഴി നമുക്ക് വേണ്ട. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. ദൈവത്തിന്റെ മക്കളും ലോകത്തിന്റെ മക്കളും. ലോകത്തിന്റെ മക്കള് ലോകപ്രകാരം ജീവിക്കട്ടെ, ദൈവത്തിന്റെ മക്കള് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കും. അപ്പൊ നിന്റെ വഴിയിലൂടെ എനിക്ക് നടക്കും. കണ്ടോ? അപ്പൊ അവിടെയാണ് നമ്മുടെ യാഗപീഠം പണി എന്നൊരു തീരുമാനം എടുക്കുക. കർത്താദാസനെ ദൈവസഭയെ അത് പ്രബോധിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. എവിടെയാ നമ്മുടെ സംസാരം ശരിയല്ലേ? നമ്മുടെ കൊടുക്ക വാങ്ങലുകളിൽ നമ്മൾ എവിടെയെങ്കിലും തെറ്റായിട്ട് നമ്മുടെ ആരുടെയെങ്കിലും പണം നമ്മുടെ കയ്യിലിരിപ്പുണ്ടോ? ആരെയെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടേതല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ ചിന്തിക്കണം. കർത്താവെ, പിശാച് അവകാശം പറയുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ കാണാൻ. There should not be anything to claim. അവൻ അവകാശങ്ങൾ പറഞ്ഞാ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ട്, നീ എനിക്കത് വെളിപ്പെടുത്തില്ല. ആമേൻ. നമ്മളത് പറഞ്ഞു. നമ്മുടെ യാഗപീഠം പണിയാണ്. നമ്മളൊരു യാഗം യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവന്റെ ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന ദൈവം. നമ്മൾ എത്ര ഹല്ലേലൂയ പറഞ്ഞെന്നുള്ളതല്ല അവൻ നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നത് അത് ശരിയായിരിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിൽ എടുക്കേണ്ട ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത്, എന്റെ യാഗപീഠം എനിക്ക് പണിയാണ്. എവിടെയാ അതിടിഞ്ഞു കിടക്കും? എവിടെയാ പൊളിഞ്ഞു കിടക്കും? എവിടെയാ എനിക്ക് അറ്റകുറ്റം തീർക്കാൻ? എന്റെ കുടുംബത്തിൽ ഞാനൊരു മാതൃകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശബരി അറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ. എന്നെ കാണിച്ചു കൊടുക്കാൻ. നിന്നെ കാണുന്ന യേശുവിനെ കാണുന്നുണ്ടോ? നിന്നെ കാണുന്ന യേശുവിനെ നമ്മൾ ചോദിക്കും, പെന്തക്കോസ്തിനകത്ത് വലിയ തർക്കമോ, മാല ഇടാമോ, ഓർണമെന്റ്സ് ഇടാമോ? ഇതൊന്നും അല്ല വിഷയം. നിന്നെ കാണുന്നവര് കർത്താവിനെ കാണുന്നുണ്ടോ? മാലയും കമ്മലും ഒക്കെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് കാണാനൊക്കത്തില്ല, നാട്ടുകാരെ കാണിക്കാനാണ് നമ്മൾ ഇടുന്നത്. അത് പോട്ടെ. പക്ഷെ നിനക്ക് യേശു ക്രിസ്തുവിനെ സമൂഹത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ വാട്ട് എ വേസ്റ്റ്. ആലയത്തിൽ കയറി തമ്പാർ അടിച്ച് കീബോർഡ് വായിക്കുമ്പോൾ ആത്മാവിലാകുന്ന അല്ല ചോദ്യം. നിന്റെ പരിശുദ്ധാത്മാവാണ് നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ നീ കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കുകയാലും നിന്റെ വഴി ഇതിലേ എന്നാവും. ഇന്ന് രാത്രി ഈ 30-ാം തീയതി സെപ്റ്റംബർ 30 ഈ മാസത്തിന്റെ അവസാനമാണ്. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കാൻ പോവാ. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നോക്കിക്കോ, ഒരു ക്ലീൻ സ്ലേറ്റ്. എന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. അതിന് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എഴുതുന്ന ദൈവസേന എന്ന് കരയാൻ കഴിയണം.
യഹോവയുടെ അവിടെ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തിയെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. കേട്ടോ, ഞാനിത് ചെയ്യുന്നത് ഏലിയ വലിയ പുള്ളിയാണെന്ന് പറയിക്കാനല്ല. ഇന്റൻഷൻ എന്താ, നിന്റെ ഉദ്ദേശം? നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഞാനിപ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാ, കർത്താവിന്റെ ദാസനെ, അപ്പ എന്നെ ഒന്ന് എഴുന്നേപ്പി, നിനക്ക് ഇഷ്ടമാണ്, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്, നീ തീരുമാനിക്കുക. എന്നെ ഒന്ന് എഴുന്നേപ്പിച്ച എനിക്ക് നിന്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് എനിക്ക് നിന്നെ 100 പേരുടെ അടുത്ത് എന്നെ അനേക തീയിൽ നിന്ന് വലിച്ചിടുക. കർത്താവെ, നിന്റെ നാമത്തിന് വേണ്ടി ഓടാൻ, അതേ ഉള്ള എന്റെ ആഗ്രഹം. കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? എനിക്കിതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് എന്റെ കൊച്ചുമക്കൾ അവിടെ, എനിക്ക് അവിടെ പോണം, ഇവിടെ പോണം, അവരെ ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഇന്റൻഷൻ ഉദ്ദേശമല്ല. ഇവിടെ ഏരിയ പറയുന്നത് അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ആ ദൈവമാണ്, ഞാൻ നിന്റെ ദാസനാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു. ഇതെനിക്ക് ഞാൻ കയറി വെല്ലുവിളിച്ചതല്ല, എനിക്ക് ആട കാണിക്കാൻ, ഞാൻ ആരാന്ന് തെളിയിക്കാൻ, ഞാൻ പുകച്ചം പറയാനൊന്നും ചെയ്തല്ല. നീ പറഞ്ഞിട്ട് നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ട് വരണം. കേട്ടോ, യഹോവേ എനിക്ക് ഉത്തരം അല്ലണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന്. കാര്യം മഴ പെയ്യാതിരിക്കുമ്പോ ഇത് ചെയ്തെങ്കിൽ, നീ മഴ പെയ്യാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിന് പ്രാർത്ഥിക്കും. വലിയ പ്രാർത്ഥിക്കുന്ന അങ്ങനെ എന്ത് പറഞ്ഞു അതിനു വേണ്ടി. അപ്പൊ നിന്റെ ഹൃദയം വീണ്ടും തിരിച്ചെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം തരണം. നീ ഇതെനിക്ക് ഉത്തരം തരുമ്പോ ജനത്തിൽ തിരിച്ചറിയുന്ന കാര്യമുണ്ട്, നീയാണ് സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവം. നീ നിന്റെ ഹൃദയം തിരിച്ചു. ഇവർക്ക് കൊടുത്ത ആ പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് നീ അവരോട് ഇപ്പൊ ദേ കാണിക്കുകയാണെന്ന് അവരറിയണം. ഉടനെ, കണ്ടോ, ബൈബിളിലുള്ള വാക്യം അത്, ഉടനെ. 6 മാസം കഴിഞ്ഞല്ല, 4 മാസം കഴിഞ്ഞല്ല, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറവും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു. കേട്ടോ, ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് അവരാർത്ത് വിളിക്കാൻ തുടങ്ങി. കണ്ടോ, നീ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉണ്ടെങ്കിൽ നീ സേവിക്കുന്ന ദൈവമാണ് സത്യദൈവം എന്ന് നീ തന്നെ വെളിപ്പെടുത്തും. അത് മനസ്സിലായില്ലേ? നീ തന്നെ അത് വെളിപ്പെടുത്തും. നീ തന്നെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നീ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. മനസ്സിലായോ? എന്തിനാ നീ അത് ചെയ്യുന്നേ? നിന്റെ പൊങ്കച്ചം കാണിക്കാനല്ല, നീ ആരാണെന്ന് ജനത്തോട് പറയാനല്ല. പിന്നെ നീ എന്തിനാ അത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്നും സത്യദൈവം ആരാണെന്നും നിനക്ക് തെളിയിച്ചു കൊടുക്കണം. അതിനാ നീ അത് ചെയ്യുന്നത്. ഉണ്ടോ? യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു ഏലിയ അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പില്ല, അവൻ ഒരുത്തനും ചാടിപ്പോരെന്ന് പറഞ്ഞു. അവരവനെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിശോൻ തൊട്ടിനരിയെ കൊണ്ടുവന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. പിന്നെ ഏലിയ ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക. ഇനി അടുത്ത ലൈൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. തീ ഇറങ്ങി കഴിഞ്ഞ് ബാലിന്റെ പ്രവാചകന്മാരെല്ലാം ഗീശൻ തൊട്ടിനടുത്ത് കൊണ്ടുപോയി വെട്ടിക്കൊന്നു. ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ല. എന്നിട്ട് ആഹാബിനോട് പറഞ്ഞു, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ നേരം മഴയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? പക്ഷേ ഏലിയാവ് കേട്ടത് വലിയ മഴയുടെ മുഴക്കമാണ്. യഹോവയായ ദൈവം മഴ പെയ്യാതിരിക്കാൻ പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യാതിരുന്നെങ്കിൽ യഹോവയായ ദൈവം പറഞ്ഞു, നീ പോയി നിന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കുമെന്ന്
നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിന്റെ ചെവിയിൽ മുഴങ്ങേണ്ടത് ആ വാഗ്ദത്തം. പെറ്റ് സ്കാനിന്റെ റിപ്പോർട്ടല്ല നിന്റെ കാതിൽ മുഴങ്ങേണ്ടത്, ഡോക്ടറുടെ റിപ്പോർട്ടല്ല നിന്റെ കാതിൽ മുഴങ്ങേണ്ടത്. നിന്റെ കാതിൽ മുഴങ്ങേണ്ടത് നിന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. അതാ നിന്റെ ചെവി മുഴങ്ങേണ്ടത്. ദേശത്തിന്റെ 5 വൻകരകളിൽ കൂടെ ഞാൻ നിന്നെ ഹൈ സ്പീഡിൽ ഒരു ആംബുലൻസ് പോകുന്ന നിന്നെ കൊണ്ടുപോകുമെന്ന്, നിന്നെ ഓടിക്കുമെന്ന് എന്റെ ദൈവം പറഞ്ഞെങ്കിൽ അതാണ് എന്റെ ചെവി മുഴങ്ങേണ്ടത്. ഓൺകോളജിസ്റ്റ് ബോബൻ തോമസ് പറയുന്നതല്ല. എന്റെ ദാസിയെ, ഒരപ്പൻ തന്റെ മകളെ തലോടുന്ന പോലെ ഞാൻ നിന്നെ തലോടും. കാനാവിലെ വെള്ളം വീഞ്ഞായതുപോലെ നിന്റെ സ്ഥിതി മാറും എന്നെന്റെ അപ്പൻ എന്നോട് പറഞ്ഞെങ്കിൽ അതാ എന്റെ കാതിൽ മുഴങ്ങേണ്ടത്. പിശാച് കൊണ്ടുവെക്കുന്ന നമ്മുടെ ചുറ്റുമിടുന്ന സ്ലൈഡ് അല്ല. ഒരു വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ നിനക്ക് കാണേണ്ട എന്താന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് വന്ന് സ്വയം ചർച്ചിൽ വന്ന് പ്രസംഗിക്കുന്നത്, ആ വേദി നിൽക്കുന്നത് നീ കാണണം. ലോക രാജ്യങ്ങളിൽ അനേക വേദികളിൽ നിൽക്കുന്ന നീ കാണണം. നീ ഒരു വലിയ മഴയുടെ മുഴക്കമാണ് നിന്റെ കാതുകളിൽ കേൾക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു? ആ വലിയ മഴയുടെ മുഴക്കം, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാകം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ മുഖം തന്നെ മുഴങ്കാലുകളുടെ നടവെച്ച് തന്റെ ബാല്യക്കാരോട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏലിയാവ്. അതിന്റെ 18:43 നീ ചെന്ന് കടൽ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെ നീ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. Go again and again and again. ഞാൻ ഈ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരൊറ്റ പ്രാവശ്യം മുഴങ്കാലം അടക്കിയിട്ട് നോക്കിയില്ലെങ്കിൽ മടുപ്പ് വരരുത്. കർത്താവ് പറഞ്ഞിട്ടാണ് വെല്ലുവിളി സ്വീകരിച്ചത്. കർത്താവ് പറഞ്ഞിട്ടാണ് യാഗപീഠം പണിത് അവിടെ തീ ഇറക്കിയത്. പക്ഷെ ഒരു മഴയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല. അവൻ പറഞ്ഞു ഒന്നും കാണുന്നില്ലെന്ന് പറയുമ്പോഴും ഏലിയാവ് പറയണ 7 പ്രാവശ്യം ചെല്ലുക. മലയാളത്തിൽ പറഞ്ഞ് ഞാൻ മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് ഡോണ്ട് ഗീവ് അപ്പ്. ഗീവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. തോക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറയണം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? God is on my side. ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ. മനസ്സിലായോ? 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ മോഹം വന്നപ്പോ അവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് പറഞ്ഞു, എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം കറുത്തു, മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ 3.5 വർഷമായി മഴ കാണുന്നില്ലായിരിക്കാം. ഏറെ വർഷങ്ങളായിട്ട് നിന്റെ സാമ്പത്തികം തകർന്നായിരിക്കാം. ഏറെ നാളുകളായിട്ട് നിന്റെ ശാരീരിക സ്ഥിതി മോശമായിരിക്കാം. ഏറെ നാളുകളായിട്ട് നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് സ്വസ്ഥതയില്ലാതിരിക്കാം. ഏറെ നാളുകളായിട്ട് നീ നിന്ദയും അപമാനവും പഴിയും ദുഷിയും അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് ക്ഷണത്തിൽ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുകയാണ്, ക്ഷണത്തിൽ, കാര്യം ക്ഷണത്തിലല്ലോ നടന്നെന്ന് പറഞ്ഞ പോലെ നിന്റെ സ്ഥിതിക്ക് ക്ഷണത്തിൽ മാറ്റം വരാൻ പോവാ. ക്ഷണത്തിൽ 12 കാലം എടുത്തിട്ടല്ല, പെട്ടെന്ന് ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. അങ്ങനെയാണ് ഒരു വലിയ ഡെലിവറൻസ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവാ. ഒരു വലിയ വിടുതൽ നീ കാണാൻ പോവാ. മടുത്തു പോകരുത്.
ക്ഷീണിച്ചു പോകരുത്, മതിയെന്ന് പറയരുത്. വെല്ലുവിളിക്ക് നേരെ നീ നിൽക്കണം. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ ദേശത്ത് വെളിപ്പെടുത്തും. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായിട്ട് ഓടി. കണ്ടോ? അപ്പൊ ആഹാബിന്റെ മുമ്പിൽ കൊട്ടാരത്തിക്കയറി പറഞ്ഞ് വെല്ലുവിളിച്ച ആ ദൂത് 3 വർഷം മഴ പെയ്തില്ല. ആഹാബിന് നിന്നെ കാണിക്കെന്ന് പറഞ്ഞപ്പോ സുരക്ഷിതത്വം നോക്കാതെ വെല്ലുവിളിച്ചു. കർമ്മേലിന്റെ മുകളിലൊരുക്കിയ ജീവൻ പണയം വെച്ച വെല്ലുവിളി ഏറ്റെടുത്തു. തനിക്ക് തന്റെ ദൈവത്തെക്കുറിച്ച് നല്ല ഉറപ്പും ബോധ്യവും വിശ്വാസവും ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് അവർക്ക് അവസരം കൊടുത്തത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ശ്രദ്ധിച്ച്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ട അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അവനോടൊരു ദൂത് പറഞ്ഞെങ്കിൽ അവൻ പറഞ്ഞ ദൂതിന്റെ നിവർത്തിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്നും മഴ പെയ്തു. കണ്ടോ? ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നോക്കിക്കേ, ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കറിയാം, ഗേഹസിയെ വിട്ടു. ആ സഹോദരിയുടെ ബാലൻ മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ബാലന്റെ മേൽ ചെന്ന് അവന്റെ വടി വെച്ച് ഒരനക്കവും ഇല്ല. പക്ഷേ നോക്കിക്ക, ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഏലിയാവ് ചെന്നിട്ട് ബാലമേന്റെ മേൽ 7 കവിണ്ണ് വീണു. ശൂനങ്കാത്തിയുടെ മകന് 7 പ്രാവശ്യം അവൻ എഴുന്നേറ്റ് തുമ്മി. അവന്റെ മേൽ കവിണ്ണ് കടന്നു. അനക്കൊന്നും കണ്ടില്ല. മുറിക്കകത്ത് നടന്ന് പിന്നെയും കിടന്നു. അവന്റെ വായോട് വായു, അവന്റെ കണ്ണോട് കണ്ണോ, അവന്റെ കായോട് കായും ചേർത്ത് അവന്റെ മുകളിൽ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റും. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണപ്പോൾ. നമുക്കെല്ലാം ശൂന്യക്കാരത്തെ വിളിച്ച് അവിടെ മകനെ ഏൽപ്പിച്ചു. നമ്മളാണ് ഗീവപ്പ് ചെയ്യും. മനസ്സിലായി? നയമാനോട് പോയി അവിടെ നയമാന്റെ വീട്ടിലെ ബാല്യക്കാരത്തി പറഞ്ഞിട്ട് കുഷ്ഠം മാറ്റാനായിട്ട് നോക്കിക്ക് അവൻ യജമാനോട് പറഞ്ഞു, അവൻ പരാക്രമശാലിയായിരുന്നെങ്കിൽ കുഷ്ഠരോഗിയായിരുന്നു. അപ്പൊ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, പിടിച്ചുകൊണ്ട് പോയ ഒരു പെൺകുട്ടിയാ. അവൾ നയമാന്റെ ഭാര്യയെ ശുശ്രൂഷ. അവള് പറഞ്ഞു, യജമാനത്തോട് പറഞ്ഞു, ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നെങ്കിൽ എന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കാൻ. അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ റെക്കമെൻഡേഷൻ ലെറ്ററും ഒക്കെ ആയിട്ട് അവിടെ ചെന്നു. പക്ഷേ അവിടെ ചെന്നപ്പോ ഏലിയ ഒരു കാര്യം പറഞ്ഞു, നോക്കിക്കേ, എന്തോ ചെയ്യണം, നീ പോയി 7 പ്രാവശ്യം നീ ചെന്ന് മുങ്ങാൻ പറഞ്ഞു. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലായി നീ ശുദ്ധനാകുമെന്ന് പറയും. നയമാന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ ചോദിച്ചു, വേറെ നദി ഒന്നും ഇല്ലാഞ്ഞിട്ട് വേണോ ഇത് ചെയ്യാൻ? ഇതാണ് ഞാൻ ഓർത്തിവൻ ഇപ്പൊ കൈവീശി എന്നെ അങ്ങ് സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ ബാല്യക്കാരും കൂടെ ഉള്ളവരും ഒക്കെ പറഞ്ഞു, യജമാനെ ഇതിലും വലിയൊരു കാര്യം പറഞ്ഞെങ്കിൽ അവൻ നീ ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ ഇറങ്ങി 7 പ്രാവശ്യം 6 പ്രാവശ്യം മുങ്ങിട്ട് ഒരു വ്യത്യാസമില്ല. 7ാമത്തെ പ്രാവശ്യം അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ നോക്കിക്കേ ശുദ്ധനായി തീർന്നു. ഉണ്ടോ? അപ്പൊ നമ്മൾ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പം വളരെ കഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞാലും എല്ലാം സഹിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയും. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയും. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. ഗീവപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഹാങ് ഓൺ ചെയ്യാൻ, തൂങ്ങിക്കിടക്കാൻ, ലഭിക്കുന്നവരെ നിന്ന് യുദ്ധം ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? എന്റെ വചനം പറഞ്ഞ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. വിശ്വാസം എന്ന് പറഞ്ഞു 1 പ്രാവശ്യം നീ പറഞ്ഞു, 10 പ്രാവശ്യം ബാധിച്ചു, 7 എടുത്തു, 21 എടുത്തു, 40 എടുത്തു, എന്നിട്ടും ഒരു വിടുതലുണ്ട്. ഇനി എനിക്ക് വയ്യ, ഞാൻ എന്തേലും നടക്കട്ടെ എന്ന് പറയാനല്ല. ആ മറുപടി കിട്ടുന്നവരെ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഇനി റോമാലേഖനം ഒന്ന് ശ്രദ്ധിച്ച്. ആ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 8 ഇങ്ങനെ പ്രബോധനം ചെയ്യുമ്പോൾ പൗലോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ചെയ്യാം.
ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ചെയ്യണം. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടാകണം. സ്നേഹമുള്ളത് നിർവ്യാജമായിരിക്കണം. ഏതിനെ വെറുക്കുകയാണെങ്കിൽ നല്ലതിനോട് പറ്റണം. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുകയും. പിന്നിട്ട് പറയുന്നു 12 റോമർ 12:11 നിങ്ങൾ അടിവരയിടണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ആത്മാവിൽ എരിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ വരും. അതുകൊണ്ടാണ് ലൂക്കോസിൽ പറഞ്ഞത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും. എന്നിട്ട് പറഞ്ഞു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പട്ടണത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോട് പ്രതിക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. കുറെ കാലത്തേക്ക് അവന് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യനെ ശങ്കയില്ല, എങ്കിലും വിധവ വന്ന് എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞു. ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ദൈവമോ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നത് അവസാനത്തുള്ള രക്തം വരെ ഈ ചിലപ്പോ ഞാനത് വായിക്കുമ്പോ കരയും. ഈ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് പഠിക്കാല കൊരിന്ത്യലേഖനം മുമ്പേ വായിച്ചല്ലോ. ഈ കർത്തൃമേശ എടുക്കുവാൻ പറയുന്നെന്ന് പറയുമ്പോ എന്റെ രക്തത്തിലെ എന്റെ രക്തത്തിലെ പുതിയ നിയമം എന്നാണ്. എന്റെ രക്തത്തിലെ പുതിയ ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പൊ ദൈവമോ എന്ന് പറഞ്ഞ് എന്റെ ദൈവമോ പറയണ, എന്റെ ദൈവമോ സ്വന്തം ജീവനെ തന്നെ സ്നേഹിച്ച് എന്റെ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അങ്ങനെയാണെങ്കിൽ താമസിച്ചു പോയെന്ന് പറഞ്ഞ് നീ മടുക്കണ്ട. വേഗത്തിൽ ഒരു വിടുതൽ വേഗത്തിൽ നിന്റെ ജീവിതത്തിൽ അവൻ അയക്കാൻ പോവാണ്. പക്ഷേ ഒറ്റ ചോദ്യം ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. അത്ര ആഴമായ വിശ്വാസവും അത്ര ദൃഢതയുള്ള വിശ്വാസവും അത്ര മനസ്സിൽ കോറിയിട്ട വിശ്വാസവും. അയ്യോ പറയുന്നില്ല, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിളിച്ചു. എന്തെല്ലാം ശോധന! നീ എന്നെ ഈ തീക്കകത്ത് ഞാൻ പൊന്നുപോലെ പുറത്തു. അതാ ഉറപ്പ്. ഉറപ്പുണ്ടെങ്കിൽ, ആ എരിവുണ്ടെങ്കിൽ മടുപ്പ് വരത്തില്ല. ഉറപ്പുള്ളവന് മടുപ്പ് വരത്തില്ല, ആ എരിവുള്ളവന് മടുപ്പ് വരത്തില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ആ യാക്കോബ് പറഞ്ഞ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടും. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. കേട്ടോ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥന. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. ഡോണ്ട് ഗിവ് അപ്പ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. ഗിവ് അപ്പ് ചെയ്യരുത്. മടുത്തെന്ന് പറയല്ലേ, മതിയെന്ന് പറയല്ലേ, എനിക്ക് വയ്യ എന്ന് പറയല്ലേ, വേണ്ട എന്ന് പറയല്ലേ. നിന്റെ പ്രാണന്റെ ഉടയവനും നീ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവം. പക്ഷേ പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പ്രാണന്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. 276 പേര് അതിനകത്തുണ്ടായിരുന്നു. അവരോടല്ല സംസാരിച്ച്, എന്നോട് സംസാരിച്ചു. അവിടെ മെലീത്തയിലെ ഒരു പാമ്പിനും അവനെ ശരിയായതേക്കല്ല. നീ കൈസരുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തേണ്ട ദൈവത്തിന്റെ ഉദ്ദേശം. നിന്നെക്കുറിച്ച് ഒരു നിയോഗം അവനുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് അവനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ലോകത്തിന്റെ ഒന്നിനും ഒരു ക്യാൻസറിന് നിന്നെ തൊടാനൊക്കത്തില്ല, ഒരു കിഡ്നി ട്രബിളിന് നിന്നെ തൊടാനൊക്കത്തില്ല, ഒന്നിനും നിന്നെ തൊടാനൊക്കത്തില്ല, യാതൊന്നിനും തൊടാനൊക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ദേവദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കിഡ്നിയൊക്കെ ഫെയിലായി, ലിവറും എല്ലാം പോയി, എല്ലാം കഴിഞ്ഞിട്ട് മരിക്കും. ആ നേഴ്സ് വന്ന് പറഞ്ഞു, ബ്രദറെ നിങ്ങള്
എന്താ വേണ്ടത്? എനിക്കൊരു ആപ്പിൾ വേണം. തിന്നാലും മരിക്കും, നിന്നില്ലേലും മരിക്കുന്നു. ഒരു കഷ്ണം തിന്നോ അല്ല മുഴുവൻ തിന്നാലും നിങ്ങൾ മരിക്കുന്നു. ഉടനെ പുള്ളി അത് തിന്നേച്ച് കിടന്നു. രാത്രി കർത്താവ് ഇറങ്ങി വന്നു. നിനക്ക് എത്ര നാള്, നിനക്ക് എന്തോ വേണമെന്ന്? എനിക്ക് നല്ലൊരു മരണം മതി. അപ്പൊ അതിന് 2 ദിവസം മുമ്പേ ബന്ധുക്കോസുകാരി എന്ന് പുള്ളിയോ രക്ഷിക്കപ്പെട്ടു. നീ മരിച്ചാലും സ്വർഗത്തിൽ പോകുന്നു. നീ സ്വർഗത്തിൽ അല്ല, നിനക്ക് ഭൂമിയിൽ എന്തോ വേണമെന്ന്. പുള്ളിയുടെ വല്യപ്പൻ 85 വയസ്സ് വരെ ജീവിച്ചു. എനിക്ക് 85 വയസ്സ് വരെ ജീവിക്കണം. കർത്താവ് അങ്ങ് പോയി. രാവിലെ ഡെഡ് ബോഡി കാണാനായിട്ട് വന്ന നേഴ്സുമാര് നോക്കിയപ്പോ പുള്ളി നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റു. ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മനുഷ്യർക്ക് അസാധ്യം, പക്ഷെ ദൈവത്തിന് സകലവും സാധ്യം. മടുത്തു പോകരുത്, ഗീവപ്പ് ചെയ്യരുത്, മതിയെന്ന് പറയരുത്. ഹാങ് ഓൺ, ഹാങ് ഓൺ. പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച